കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്ന ഒരു ജില്ല കൂടിയായിരുന്നു കോഴിക്കോട് ജില്ല. യൂട്യൂബ് കമന്റിൽ രജീഷ് PM പറയുന്നുണ്ട്, ബാലുശ്ശേരിയിൽ മഴയില്ല, ഇന്നും ഇന്നലെയൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. കോഴിക്കോട് നഗരത്തിലൊക്കെയുള്ള കാലാവസ്ഥയുടെ എന്താണ് അവസ്ഥ എന്നറിയാൻ നമുക്ക് ജോഷിലയിലേക്ക് പോവാം. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. കോഴിക്കോട് എങ്ങനെയാണ് മഴ എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. പ്രാദേശികവാദം പറയുകയല്ല, സാധാരണ എങ്കിൽ പോലും നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നമുക്കൊരു ആകാംക്ഷ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ജോഷിലേക്ക് കാര്യമായിട്ട് തന്നെ പോവുകയാണ്. എന്താണ് കോഴിക്കോട്ടത്തെ മഴയുടെ അവസ്ഥ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല. മലയോര പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നപ്പം എൻ്റെ നാട്ടിൽ നല്ല മഴയായിരുന്നു. പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയ്ക്ക് ഒരു ശമനമുണ്ട് എന്നാണ് കരുതുന്നത്, അല്ലേ? തീർച്ചയായും മിനിഷ, കഴിഞ്ഞ 2 ദിവസമായി, അതായത് മിനിഞ്ഞാന്ന് ഉച്ച മുതൽ ഇങ്ങോട്ട് ഈ സമയം വരെ മഴ വിട്ടുനിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ കണ്ടുവരുന്നുണ്ട്. അത് വലിയൊരു തോതിലൊന്നും പെയ്യുന്നില്ല എന്നുള്ളതാണ്. മലയോര മേഖലയെ ആകെ ഇപ്പോൾ അത്തരത്തിൽ ഒരു മഴ പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല. പ്രത്യേകിച്ച് മുക്കം ഭാഗത്തില്ല, അതുപോലെ തന്നെ കൊയിലാണ്ടിയിലില്ല, ബാലുശ്ശേരി ഭാഗത്തില്ല, ഇത് പേരാമ്പ്ര ഭാഗത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വിശേഷം. എന്തായാലും മഴ വിട്ടുനിൽക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ തിരിച്ചുപോയിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും പൂർണ്ണമായും മഴ വിട്ടുനിൽക്കുന്ന സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകളെല്ലാം തന്നെ താഴ്ന്നിട്ടുണ്ട്. ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ടുകൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ ഇപ്പോൾ മഴയ്ക്കും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക, അതിനൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും അറുതി വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നത്, അതായത് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു മഴക്കാലത്തിന്റെ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മേഘാവൃതമായ ആകാശം തന്നെയാണ് ഇന്നലെയും ഇന്നുമായിട്ടുള്ളത്. ഇടയ്ക്ക് ഒന്ന് വെയിൽ വന്നു പോകും എന്നല്ലാതെ, പക്ഷേ മഴ കാര്യമായിട്ട് പെയ്യുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിലായാലും മലയോര മേഖലയിലായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എപ്പോഴാണ് മഴ വരിക, എപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുക എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ന്യൂനമർദ്ദം ഒക്കെ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ കടലിന്റെ കാര്യത്തിലും പറയാനാവില്ല എന്നുള്ളത് കൊണ്ട് തീരദേശത്തുള്ളവർക്കും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങൾക്കുള്ളവരും ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ഭരണകൂടം അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പെട്ടെന്ന് തുറക്കാനുള്ള കാരണം. നേരത്തെ തന്നെ ഒരുപാട് അനുഭവമുള്ള ജില്ല കൂടിയാണ്. മാത്രമല്ല, വിനിഷ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴയായിരുന്നു. 211% മഴ അധികം ലഭിച്ചു എന്നുള്ളതാണ് കണക്ക്. 16 മുതൽ 22-ാം തീയതി വരെ ഏകദേശം 46% മഴ മാത്രമേ, 46 മില്ലിമീറ്റർ മഴ മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മിഞ്ഞാന്ന് തന്നെ, അതായത് വ്യാഴാഴ്ച തന്നെ ഇതിന്റെ തോത് 114 മേലെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ 2 ദിവസം മഴ വിട്ടുനിന്നു. അത് ഏറെ ആശ്വാസകരമാണ്. വേനൽ മഴ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ കാത്തിരുന്നത്. അതിനെ ഒക്കെ മറികടന്നുകൊണ്ടുള്ള മഴ, അതായത് ഒരു വർഷകാലത്തിന്റെ ആരംഭം പോലെയുള്ള മഴയാണ് കിട്ടിയത്. അത്രയധികം കനത്ത മഴയും കനത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ ഇതൊക്കെ വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഇന്നലെയും ഇന്നുമായി കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. വിനിഷ.